ഗൈസ് എല്ലാവർക്കും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നല്ലേ, നമ്മുടെ രോഹിത്തിനെ നമ്മുടെ ഒരു സംഘം പോലീസുകാർ വന്ന് വീട്ടിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് എത്തുന്ന സീനുകളൊക്കെയാണ് അല്ലേ. എന്നിട്ട് രോഹിത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ അകപ്പെടുകയാണ്. ഇതൊക്കെ കണ്ട് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള അന്താളിപ്പോടുകൂടി അച്ഛനും കൂടപ്പുറപ്പുകളും ഒക്കെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്, രോഹിത്ത് എന്ത് തെറ്റാണ് ചെയ്തത്? രോഹിത്തിനോട് അലീന പറഞ്ഞു, ഇനി സമയമില്ല, നീ സത്യം എന്താണെന്ന് എന്ന് പറഞ്ഞിട്ടും രോഹിത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ ആണായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ പോലീസ് രോഹിത്തിനെ പിടിച്ചു കെട്ടി കൊണ്ടുവരേണ്ട കേട്ടോ, കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തേണ്ട. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഓടിയത്, നീ എന്നാ ചെയ്ത? ആ ഒരു +2 പഠിക്കുന്ന ആ ഒരു കുഞ്ഞു പെൺകുട്ടിയെ നീയൊക്കെ ചെയ്യുന്ന എന്താണ് ചെയ്തത്? സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രോഹിത്ത് വീണ്ടും പറയുന്നുണ്ട്. നീ കള്ളം പറയുന്നോടാ, അവിടെ വണ്ടിയിൽ നിന്ന് അവന്മാരെ 3 ഇറക്കിക്കൊണ്ട് വാന്ന് പറയുന്നത്. അങ്ങനെ ഹരിയും ബാക്കി 3 ടീമും കൂടെ നല്ല കോള് കിട്ടി, നല്ല ഇടിയൊക്കെ കിട്ടി ഇറങ്ങി വരെയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, യവൻ നിങ്ങളെ ഗ്യാങ്ങിലുണ്ടായിരുന്നു, ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ യവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹരി എടുത്തു പറയണം, അവനും ഉണ്ടായിരുന്നു സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം മനസ്സിലാവുകയാണ് കാര്യങ്ങൾ. ഈ ഹരി തന്നെയാണ് പ്ലാൻ ചെയ്ത്. രോഹിത്ത് അവനൊരു നോട്ടം നോക്കുകയാണ്. കാര്യം അവൻ വരണില്ല, ഇതിലേക്ക് പോകണ്ട ഹരി എന്ന് പറഞ്ഞിട്ടും അവനെ അത്രത്തോളം നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഈ ഒരു കുടുക്കി ചാടിച്ചത് തന്നെ മനഃപൂർവ്വം കുടുക്കി ചാടിക്കാൻ വേണ്ടി തന്നെ ഹരി ചെയ്തതാണെന്നുള്ളത് രോഹിത്തിന് ആ സമയം മനസ്സിലാവുകയാണ് കേട്ടോ. എന്നിട്ട് രോഹിത്ത് പറയണ്ട, പക്ഷെ ഞാൻ സാറെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എടാ, നീ വീണ്ടും കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് നല്ല ഒച്ചയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഒരു അച്ഛൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് വേണം. സ്വന്തം മകനെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിൽ സ്വന്തം മകനെ ഒരു അച്ഛൻ്റെയും സ്വന്തം അനിയത്തിമാരുടെയും മുമ്പിലിട്ട് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് അടിച്ച് അവരെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രംഗം കാണേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ. ഇതെല്ലാം കണ്ട് പകച്ച് നിൽക്കുകയാണ് അലീനയ്ക്ക് ഒന്നും മനസ്സിലാവണില്ല ഇതെന്താണ് സംഭവം എന്നൊക്കെ. അങ്ങനെ അവർക്ക് പോലീസ് പറയാണ്, വെറും +2 പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോയി ആളൊഴിഞ്ഞൊരു വീട്ടിലിട്ട് അവന്മാർ ചേർന്ന് ഗ്യാങ് റേപ്പാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന്. ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു കൈവിട്ട മട്ടാണ്. ഒരു ബാലേന്ദ്രൻ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താ ചോദിക്കണമെന്നോ ഒന്നും അറിഞ്ഞൂല. എന്നിട്ടും ബാലചന്ദ്ര ഉള്ള ശക്തി ഉപയോഗിച്ച് രോഹിത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ, നീ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തോ മോനെ? നിനക്കും അനിയത്തിമാരുള്ളല്ലേ, നീ ചെയ്തോടാ, നിന്നെ ഇതാണോ വളർത്തിയെന്നും പറഞ്ഞൊരു ബാലചന്ദ്ര തലങ്ങും വിലങ്ങും രോഹിത്തിനിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ SI പറഞ്ഞു, ഈ അടിയൊക്കെ ആദ്യമേ കൊടുത്തിരുന്നെങ്കിൽ മക്കൾ ചെവുനിരപ്പുമായിട്ട് വളർന്നനെന്ന് പോലീസ് പറയുകയാണ് കേട്ടോ. അലീനയെ ഒന്നും മിണ്ടുന്നില്ല. അലീനയ്ക്ക് എന്ത് പറയണമെന്നൊന്നും അറിയില്ല. പക്ഷേ രോഹിത്ത് ആവർത്തിച്ച് കരഞ്ഞ് രോഹിത്ത് പറയുകയാണ് കേട്ടോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അപ്പം വീണ്ടും പോലീസ് കൊടുക്കുകയാണ്. പക്ഷേ ഈ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ ഹരിയും അവൻ്റെ 2 കൂട്ടുകാരും കൂടെ ചേർന്ന് ആ പെൺകുട്ടീനെ റേപ്പ് ചെയ്തിട്ട്, കാരണം അതിൻ്റെ ആ +2 പഠിക്കുന്ന കുട്ടിയെന്ന് പറയുമ്പോൾ ആ ഒരു ഇതെന്താണ് നമുക്ക് ആവാമല്ലോ, അതിൻ്റെ ശരീരവും അത്രത്തോളം പക്വതയുള്ള കുട്ടിയാണെന്ന്. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി അവളെ ക്വസ്റ്റ്യൻ ചെയ്തത്, എനിക്ക് എന്നാ പറ്റിയേ? അപ്പോഴാണ് അവളുള്ള സംഭവങ്ങളും നടന്നതും ഒക്കെ പറയണത്. തനിക്ക് മയക്കുമരുന്ന് തരുകയും ഇങ്ങനെ തന്നെ കൊണ്ടുപോയി ആരൊക്കെയോ ചേർന്ന് ഇങ്ങനെ മിസ്യൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവർ പോലീസിനെ ഇൻഫോം ചെയ്യണത്. പക്ഷേ ഇത് ഇത്രയും വലിയൊരു കുടുക്കാകുമെന്നുള്ളത് ഒരിക്കലും കരുതിയില്ലായിരുന്നു. എല്ലാവരുടെയും ഭാവി തകിടം മറിയണ ഒരു രംഗങ്ങളൊക്കെയാണ് കേട്ടോ. ഈ സമയം കമലയ്ക്ക് ഏറ്റവും നല്ലൊരു അടി തന്നെയാണ് കിട്ടിയ. മോൻ എന്ത് തെറ്റ് ചെയ്താലും തൻ്റെ മോൻ നല്ലവൻ. മനു ചോദ്യം ചെയ്താൽ പോലും മനുവിനും കുറ്റമാണ്, എൻ്റെ മോൻ അങ്ങനെ അത്തരത്തിലുള്ളൊരുത്തനല്ല എന്നും പറഞ്ഞ് എല്ലാം പൊതിഞ്ഞു പൊടിച്ച് വേണ്ട പൈസയും കാര്യങ്ങളും കൊടുത്ത് എല്ലാ ദുർനടത്തത്തിനും കൂട്ടു നിൽക്കുന്ന ഒരമ്മ. ആ കമലയ്ക്ക് നല്ലൊരടി 8ൻ്റെ പണി തന്നെയാണ് ഹരി
ഹരിയുടെ ഈ ഒരു കേസുണ്ട്. ഹരിയുടെ എല്ലാ അഹങ്കാരങ്ങളും അടക്കി വെച്ച് നിലത്ത് നിൽക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ദൈവം ഇപ്പം കൊടുത്തേക്കുന്നത്. അങ്ങനെ ഹരിയെയും കൂട്ടുകാരെയും പിടിച്ച് ജീപ്പിൽ കയറ്റണമെന്ന് പറഞ്ഞിട്ട് വണ്ടി കയറ്റുമെന്ന് പറഞ്ഞ് SI പറയണം. അങ്ങനെ അവന്മാരെ 4 കൂടെ പിടിച്ച് കയറ്റണം കേട്ടോ. ഇതൊക്കെ കണ്ടു നിന്നിട്ട് ബാലചന്ദ്രൻ അങ്ങ് കണ്ണിലിരുട്ട് കയറി ശരീരമൊക്കെ തളർന്നു പോകും പോലെ തോന്നുകയാണ്. അങ്ങനെ അവരെ അവിടെ നിന്ന് വണ്ടിയിലോട്ട് കയറ്റി സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന സീനാണ് കേട്ടോ. അവരെ കൊണ്ടുപോയി കഴിഞ്ഞതും ബാലചന്ദ്രൻ അങ്ങ് പിന്നിലോട്ട് പോവാണ്. ശരീരം ബലം കുറഞ്ഞ് BP ഒന്നാമതൊരു അറ്റാക്ക് വന്ന മനുഷ്യനാണ്. പ്രഷർ കുറഞ്ഞിട്ടോ അതോ അറ്റാക്കിൻ്റെ ആണോ എന്താണെന്നറിയില്ല. പക്ഷേ ആകെ എമോഷനായിട്ട് പുള്ളി അങ്ങ് ഇതായി പോകണം. പെട്ടെന്ന് അലീനെ പിടിക്കുകയാണ്. ഇത് കണ്ട് കൃഷ്ണമോളും ഓടി വരാണ് കേട്ടോ. അച്ഛാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ആക്കണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ ബോധം ഏകദേശമൊക്കെ പോയി. കാരണം വെച്ചാൽ ആ മനുഷ്യനെ താങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരുപാട് സംഭവങ്ങളാണ് ഈ അടുത്ത്. സ്വന്തം ഭാര്യ 23 വർഷത്തോളം തൻ്റെ കൂടെ കഴിഞ്ഞ ഭാര്യ ചതിച്ചു. ഇപ്പം അതേ മക്കളിൽ ഒരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത്. ആ മകൻ തന്നെയും തൻ്റെ കുടുംബത്തെയും ഇത്രയും ഏറെ നാണം കെടുത്തി സമൂഹത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരുത്തി വെച്ചതോർത്ത് അദ്ദേഹം തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ആ സമയത്ത് നമ്മുടെ മനുവിനെ പെട്ടെന്ന് അലീന വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നടന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ട് മനുവിന് ഭ്രാന്ത് പിടിക്കണം. പക്ഷെ അലീന പറയുന്നുണ്ട്, മനുവേട്ടാ വേഗം പറഞ്ഞ അച്ഛനെ പെട്ടെന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടായി വന്നു എന്നൊക്കെ ഉള്ള രീതി പറയണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് മനുവിനും അങ്ങോട്ട് നിന്ന് വിറക്കുകയാണ്. കാരണം തൻ്റെ അനിയനാണെങ്കിലും രോഹിത് ആണെങ്കിലും ഒക്കെ ഇവന്മാർ ഇത്രയും വലിയൊരു ട്രാപ്പിൽ പെട്ടില്ല. പക്ഷെ അലീന പറയുന്നുണ്ട്, രോഹിത് ആവർത്തിച്ച് പറയുന്നുണ്ട്, മനുവേട്ടാ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ അനിയനെ അങ്ങനെയാണെങ്കിൽ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് അവനെ രക്ഷിക്കണം. ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും മനുവേട്ടാ. നമുക്ക് നോക്കാം അലീനെ, നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ നിജാവസ്ഥ എന്നുള്ളത് നമ്മൾ അറിയട്ടെ, നമുക്ക് നോക്കാം എന്നുള്ളത് നമ്മുടെ മനു പറയാണ്. അങ്ങനെ ബാലേന്ദ്രനെ ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് എത്തിക്കുകയാണ്. അപ്പം ഒരു ചെറിയ അറ്റാക്കിൻ്റെ പോലെയുള്ള ഒരു ഇതാണ്. പെട്ടെന്ന് കാണാൻ പറ്റാത്ത കാഴ്ചകൾ കണ്ടപ്പോൾ താങ്ങാൻ പറ്റില്ല. അതിനുള്ള ഒരു ഇതല്ലേ ആ മനുഷ്യനുള്ളൂ. ഒരു അറ്റാക്ക് വന്ന് ആ ഒരു റെസ്റ്റ് പോലും എടുക്കുന്നതിന് മുന്നേ തന്നെ ആ മനുഷ്യന് ഇതുപോലെയുള്ള അവസ്ഥകൾ വീണ്ടും നേരിടേണ്ടി വന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പം സെഡേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ബോധം തെളിഞ്ഞു വന്നപ്പോൾ അപ്പം തന്നെ എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ ജീവിതം എൻ്റെ മക്കളുടെ ജീവിതം എല്ലാം നശിപ്പിച്ചു. അപ്പോൾ അലീന പറഞ്ഞ് സമാധാനിപ്പിക്കണം, അച്ഛൻ സമാധാനപ്പെടുക, അച്ഛൻ ടെൻഷൻ അടിച്ച് ഒന്നും വരുത്തി വെക്കല്ലേ, അച്ഛനും കൂടെ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് ആരാ ഉള്ളതെന്ന് പറഞ്ഞ് കൃഷ്ണമോളും അലീനയൊക്കെ കരയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കിവിടെ നിന്ന് പോകണം, എനിക്കിവിടെ നിൽക്കണ്ട അച്ഛാ, സമാധാനപ്പെടുക അച്ഛാ, ഡോക്ടർമാർ പറയട്ടെ അച്ഛാ, ഒന്ന് റെസ്റ്റ് ചെയ്യുക, രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, നമുക്ക് അവനെ രക്ഷിക്കാം അച്ഛാ, ഞാൻ രക്ഷിക്കും എന്നൊക്കെ അലീന പറഞ്ഞപ്പോൾ പറഞ്ഞു, ആർക്ക് വേണം അവനെ, എനിക്ക് ഇനി അങ്ങനൊരു മകനില്ല എന്ന് തന്നെ ബാലചന്ദ്രൻ തീർത്ത് പറയാണ് കേട്ടോ. ഇതിനിടയിൽ യവന്മാരെ 4 പേരെയും കൂടെ വണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എടാ എന്താ സംഭവിച്ചതെന്ന് പറയടാ, നീയൊക്കെ ചേർന്നല്ലേടാ എന്നെയും കൂടെ എന്തിനാടാ ഇതിൽ വലിച്ചഴിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എടാ അവൾ നമ്മളെ ചതിച്ചു, അവൾ വീട്ടിൽ ചെന്ന് അവളെ ഓരോ രീതിയൊക്കെ കണ്ട് വീട്ടുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവളുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ കുട്ടിക്ക് ഇങ്ങനെ മയക്കുമരുന്ന് കൊടുത്ത ഒരിതായതുകൊണ്ട് അവൾക്ക് ആ ബോധം പോകുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം അറിയുള്ളൂ. പക്ഷേ ആരൊക്കെയോ തന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് ആ ഉറക്കത്തിലാണെങ്കിലും നമുക്ക് ആ കുട്ടിക്ക് അറിയാൻ പറ്റി. പക്ഷേ അതിൽ രോഹിത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആ കുട്ടിക്ക് അറിയില്ല. പക്ഷേ കയറി വന്നപ്പോൾ രോഹിത്തിൻ്റെ ആ മുഖം അവൾ കണ്ടായിരുന്നു, അവിടെ ഉണ്ട് എന്നുള്ളത് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് രോഹിത് ഇനിയിപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അതിനിടയിൽ ഹോസ്പിറ്റലിൽ വെച്ച് കൃഷ്ണമോക്ക് ഇതൊക്കെ കണ്ടിട്ട് ആ കുഞ്ഞു കുട്ടിയാണെങ്കിൽ അവൾ ചോദിക്കേണ്ട, അലീനേച്ചി രോഹിത് ഏട്ടനെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ലേ, മോളെ രക്ഷിക്കാൻ പറ്റും, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൻ തറപ്പിച്ച് പറയുന്നുണ്ട്. മോളെ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനെ വിട്ട് കളയാൻ പറ്റും, എൻ്റെ അനുജനല്ലേ, എനിക്ക് അവനെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ മോളേന്ന് നമ്മുടെ അലീന പറയുന്നുണ്ട്. മോള് സമാധാനപ്പെട്ടിരിക്കുക, അച്ഛൻ്റെ കാര്യം ഒന്ന് ഓക്കെ ആവട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണ് അവർ. അങ്ങനെ ഇനിയിപ്പോൾ ഈ നാളത്തെ ആ ഒരു സീനിലൊക്കെ ഇനി
ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള സീനിലും വരുന്നത് ഈ കേസ് ഇനി മുന്നോട്ട് പോയി അതിൻ്റേതായ രീതിയിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് രോഹിത് ഇതിൽ നിരപരാധിയാണെന്നുള്ളത് അലീന തെളിയിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അവൻ അവിടെ ചെന്നിരുന്നു എന്നുള്ളത് മാപ്പസാക്ഷിയൊക്കെ ആക്കി എടുക്കാനുള്ളതായിരിക്കും. അപ്പം രോഹിത് ഈ റേപ്പിലില്ല എന്നുള്ളത് അലീന തെളിയിച്ചെടുക്കുന്ന രംഗങ്ങളും അതിലേക്ക് വേണ്ടിയിട്ട് അലീന ഇറങ്ങുന്ന സീന് അവൻ്റെ സ്വന്തം അനുജന് വേണ്ടിയിട്ടാണ്. സ്വന്തം അനുജനാണ്, അവളെ സ്വന്തം ചോരയാണ്, അവൾക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇനി വരുന്നതും. അപ്പോൾ എന്തായാലും നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ ദുരന്തം തന്നെയാണ് ഇതല്ലേ. ഒരിക്കലും ഒരു പിതാവിനും സഹിക്കാൻ പറ്റാത്ത, സ്വന്തം മക്കൾക്ക് പണം പദവി എല്ലാം ഉണ്ട്, പക്ഷേ എങ്കിലും സ്വന്തം മക്കളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ നടപ്പ് അവരേത് രീതിയിലാണ് പോകുന്നത് എന്നൊന്നും നോക്കാൻ പറ്റാതെ വന്നൊരു സാഹചര്യം കൊണ്ടാണ് മക്കൾ ഇങ്ങനെ വഴിതെറ്റിപ്പോയത്. അതിപ്പോൾ പണം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മക്കളെ വളർത്താനും കൂടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അവരേത് വഴിക്ക് പോകണു, പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, അവരുടെ ഓരോ കാര്യത്തിലും നമ്മളുടെ ചലനം നമ്മൾ അവരുടെ ഓരോ ചലനത്തിലും നമ്മൾ വേണം. കാര്യം മക്കൾക്ക് പണം കൊടുത്ത് സ്കൂളിൽ കൊണ്ടോ കോളേജിൽ കൊണ്ടോ ചേർത്തതുകൊണ്ട് ഒരു കാര്യമില്ല. ആ ഒരു പിഴവാണ് ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ദുരന്തം വന്നു ചേരാനുള്ള കാരണം. ഒരമ്മയാണെങ്കിലും ബാങ്കിൽ ജോലി, അവരവരുടേതായ കാര്യങ്ങൾ നോക്കണം, മറ്റുള്ളവരെ കെണിയും നുണയും പറയാനല്ലാണ്ട് ആ സ്ത്രീക്ക് വേറെ ഇതൊന്നുമില്ല. അതങ്ങനെ. അതുകൊണ്ട് എന്തായാലും നമ്മുടെ മഴ തോരും മുമ്പേ സീരിയൽ ഇനി ഏതൊക്കെ രീതിയിൽ വളഞ്ഞൊടിഞ്ഞ് പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ ഭയങ്കര ഒരു ഇമോഷൻ സീനുകളൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബാലചന്ദ്രൻ അനുഭവിക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അലീനയാണെങ്കിലും വൈജിയാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഡിപ്രഷൻ കാര്യങ്ങളും. പക്ഷേ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ആ വ്യക്തി ബാലചന്ദ്രൻ അനുഭവിക്കുന്ന ഒരു ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിന് അല്ലേ നേരിടേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, ഇനിയിപ്പോൾ ഈ ഊഴം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത ബബിതയുടെ സിറ്റുവേഷനെല്ലാം ഇനി അടുത്ത് ഓപ്പണായി വരണത് ഇനിയേ ഉള്ളൂ. അതിനി എന്തായി തീരും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയാം. എന്തായാലും നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ വരുന്നതിൻ്റെ ഒരു ചെറിയ ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ വീഡിയോ വോയിസിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറന്നുപോലെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മളെ ഒന്ന് എഴുതി അറിയിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം കേട്ടോ. നമുക്കതനുസരിച്ചല്ലേ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഒരു നല്ല സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ, നാളെ വരാനിരിക്കുന്ന സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇന്നിപ്പോൾ വൈൻഡപ്പ് ആവാണ്. ശുഭരാത്രി. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.